ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് കട്ട്ലേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദിവാളിക്കൊക്കെ ഒത്തിരി സ്വീറ്റ്സ് എണ്ണ സാധനങ്ങളൊക്കെ കഴിച്ചില്ലേ, അപ്പോൾ ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള സാധനം കഴിച്ചാലോ. അപ്പോൾ ഇന്നാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓട്സൊക്കെ ഇട്ട് ഭയങ്കര ബോറിംഗ് അല്ല, നല്ല ഹെൽത്തി റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല സ്പൈസി, നല്ല അടിപൊളി റെസിപ്പി ആട്ടോ. ക്രിസ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ രണ്ടും മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിൽ ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള ഇതെല്ലാം ഞാൻ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത് മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സ്വീറ്റ് കോൺ വേണമെങ്കിൽ ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയാണ് കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും, കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരക്കപ്പ് ഓട്സ് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നമുക്ക് അരിപ്പൊടി, വറുത്തതോ വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, ഇത്രയും നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മാഷ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. സ്പാച്ചില കൊണ്ട് മിക്സ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കാണെങ്കിൽ ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഏത് രീതിയിൽ താല്പര്യം ഇഷ്ടം കഴിക്കാമെന്ന് വെച്ചാൽ അതനുസരിച്ച് വല്ല കട്ടറോ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിൽ ഇച്ചിരി ഓയിലും കൊണ്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഒരു ടിക്കിയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനാണെങ്കിൽ എയർ ഫ്രയറിനകത്താണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എയർ ഫ്രൈ ഇല്ലെങ്കിൽ ഓവനോ OTGയിലാണെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്ന. അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ പാൻ, നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ 1 ടീസ്പൂൺ നമുക്കൊന്ന് എണ്ണയൊന്ന് ബ്രഷും കൊണ്ട് തടവി കൊടുക്കുക. അതിന് ശേഷം നമുക്കാണ്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഇതുപോലെ ബ്രഷും കൊണ്ട് എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ അതാണെങ്കിൽ എയർ ഫ്രൈ 180 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റേക്ക് ഒരു സൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡ് ഞാൻ അതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ക്രിസ്പി, നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഹെൽത്തി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് കാണാൻ താല്പര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നല്ല അടിപൊളി റെസിപ്പീസാണ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ, കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു 12 മിനിറ്റത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ആയി കഴിയുമ്പം പിന്നെ നമുക്ക് എത്ര ക്രിസ്പിയാണ് വേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ 1-2 മിനിറ്റ് കൂടി വേണമെങ്കിൽ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സ് കട്ട്ലേറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.